നമ്മുടെ കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീ സഹോദരിമാരാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ പോലീസ് കസ്റ്റഡിയിൽ കിടക്കുന്നത്. ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ യാത്രയ്ക്ക് ചെല്ലുമ്പോഴാണ് 10-15ഓളം വരുന്ന ഗുണ്ടാ സംഘങ്ങൾ ബജരംഗ് ദളത്തിൻ്റെ പേരിൽ അവിടെ വരികയും അവർ മതപരിവർത്തനം നടത്തുന്നു, ആളുകളെ കടത്തിക്കൊണ്ടുപോകുന്നു എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ബഹളം വെച്ച് ഒച്ചയുണ്ടാക്കിയത്. ഇത് ഒരു റെയിൽവേ സ്റ്റേഷനകത്താണ് നടന്നിരിക്കുന്നത്. അവിടെ പോലീസുണ്ട്. ഇത് കഴിഞ്ഞ് പോലീസ് വരികയും ചെയ്തു. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കന്യാസ്ത്രീ സഹോദരിമാരോട് സംസാരിക്കുകയുണ്ടായി. അവരോടല്ല, ജയിലിലുള്ളവരോടല്ല, അവരുമായി ബന്ധപ്പെട്ട സഹോദരിമാരോട്. അപ്പോൾ അവർ പറയുന്നത് അപ്പോൾ തന്നെ രക്ഷാകർത്താക്കളുടെ സമ്മതം ഇവർ വാങ്ങിച്ചിട്ടാണ് ഈ 3 പേരെ കൊണ്ടുപോകുന്നത്. അവരുടെ ഹോസ്പിറ്റലിൽ ജോലിക്ക് നിൽക്കാനായിട്ടാണ് ഈ 3 പേരെ കൊണ്ടുപോകുന്നത്. അത് രക്ഷാകർത്താക്കളുടെ സമ്മതപത്രം അവരുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, പോലീസ് വിളിച്ച് രക്ഷാകർത്താക്കളോട് വെരിഫൈ ചെയ്യുകയും ചെയ്തു. രക്ഷാകർത്താക്കൾ പോലീസിനോടും പറഞ്ഞു ഞങ്ങളുടെ സമ്മതപ്രകാരമാണ്. എന്നിട്ടും ഇവർ ബഹളം കൂട്ടൽ തുടർന്നു, ബജരംഗ് ദളുകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ജയിലിലാക്കി. ഈ നാട്ടിൽ എന്ത് നിയമമാണ് നടക്കുന്നത്? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ഒഡീസയിൽ, മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിത്യസംഭവങ്ങളായി മാറിയിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം, കന്യാസ്ത്രീ വേട്ട, അതുപോലെ തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, ഇതൊരു നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചു, ബന്ധപ്പെട്ട മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു. അപ്പോൾ കത്തയക്കുമ്പോൾ അവരൊരു പേരിന് നടപടിയെടുക്കും. ഒഡീസയിലെ സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് ഞാൻ കത്തയച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടായി, നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോലീസിനെ അവിടത്തേക്ക് അയച്ചു, പോലീസ് നടപടിയെടുത്തു. പക്ഷേ ഉത്തരവാദപ്പെട്ടവർക്കെതിരായിട്ടൊരു കേസും എടുത്തില്ല. അച്ഛൻ ഇപ്പോഴും സത്യത്തിൽ പൂർണ്ണമായും പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. അച്ഛൻ ഒറീസയിൽ ആക്രമണത്തിന് വിധേയനായ അച്ഛൻ. ഇത് തന്നെയാണ് എല്ലായിടത്തും ആവർത്തിക്കുന്നത്. ഇത്രയും ഗൗരവമായ സംഭവം ഉണ്ടായിട്ടും അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ പാർട്ടിയെയും ഞാൻ അലർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രതിപക്ഷ നേതാവിനോടും PCC പ്രസിഡന്റിനോടും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാനുള്ള നടപടിയെടുക്കുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ട്.